ഈ നാടകം എന്ന് പറഞ്ഞാൽ ഒരു വലിയ കലയാണ്. അതെ, നാടകം ഒരു വലിയ കലയാണ്. പക്ഷെ അമ്മാവൻ തോപ്പിൽ പാസിയോ എന്നെ പിള്ളേന്നും അല്ലല്ലോ. ആ, വേദി ഉണരുമ്പോൾ മനോഹരമായ ഒരു വീടിന്റെ പൂമുഖം, ഒരു കസേരയിൽ പത്രം വായിച്ചിട്ടിരിക്കുന്ന ഭാസ്കര കൈമൾ. പോയില്ലേ? അവിടെ തന്നെ പോയില്ലേ? അല്ല, ഭാസ്കര കൈമൾ. എന്താ കുഴപ്പം? ഈ നായകനൊക്കെ ഭാസ്കര കൈമൾ എന്ന് പേരിട്ടത് ഒരു പഴഞ്ച നാടകമില്ലേ? എന്റെ അമ്മാവ, ഭാസ്കര കൈമൾ എന്ന് പറഞ്ഞത് നായകനല്ല, ജയകൃഷ്ണനാണ് നായകൻ. ഇത് ആദ്യം മുഴുവൻ കേൾക്ക്, എന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക. അങ്ങനെ പറയരുത്. ചോദ്യങ്ങൾ ചോദിക്കുന്നത് പ്രേക്ഷകന് അതൃപ്തി ഉള്ളത് കൊണ്ടാണ്. ഇത് ക്ഷമയില്ലാത്തോണ്ടാ. ആ, അകത്തേക്ക് നോക്കി, ലക്ഷ്മി എനിക്ക് കുടിക്കാനൊരു ചായ എടുത്തോളൂ. ആര്? ഭാസ്കര കൈമൾ. കൈ ഗ്ലാസും അതിൽ കുടിക്കാൻ ചായയുമായി ലക്ഷ്മി നടന്നു പ്രവേശിക്കും. ലക്ഷ്മി, അച്ഛൻ ചായ ചോദിച്ചില്ലേ? ഇതാ അച്ഛാ ചായ, കുടിച്ചാട്ടെ. നിർത്ത്. ഇതെന്താ മെഗാ സീരിയൽ എഴുതുന്ന ആളാണ് അത് എഴുതിയിരിക്കുന്നത്? ഇത് എഴുതിയത് വായിച്ചിരുന്നാൽ തന്നെ ഒരു ദിവസം പോലോ. നമുക്ക് കാര്യം അറിഞ്ഞാൽ പോരെ. കയ്യിൽ ചായയുമായി വരുന്നു, കയ്യിലല്ലാണ്ട് പിന്നെ തലയിൽ വെച്ചിട്ട് ആരെങ്കിലും ചായ കൊണ്ടുവരും? നടന്നു വരുന്നു, പിന്നെ കടന്നിട്ട് വരുവാരെങ്കിലും. ഇങ്ങനെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും എഴുതി പിടിപ്പിച്ചിട്ട് അത് വായിക്കാനുള്ള സമയമല്ല. വളരെ ചുരുങ്ങിയ അതിൽ മതി. വരുന്നു, ചായ കൊടുക്കുന്നു, അങ്ങനെ മതി. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ പഴഞ്ചനല്ലത്. ഇതൊരു പഴയ തറവാടിന്റെ കഥയല്ലേ, പിന്നെ അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. എടാ, ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ പറയുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ കമലതലം കണ്ടിട്ടുണ്ട് സിനിമ. അപ്പൊ പിന്നെ എങ്ങനെ പറയണമെന്നാണ് അമ്മാവൻ പറയുന്നത്? അമ്മാവൻ പറ. അല്ല, ഞാൻ വായിക്കുന്നില്ല. അമ്മാവൻ പറ. എന്തിനാ വെറുതെ അങ്ങനെ പറയണത്? പിന്നെ ചായ ആയിട്ട് വരുന്നു, അച്ഛാ ചായ പ്ലീസ്. പരിപാടി ഇംഗ്ലീഷ് പ്ലീസ്. പിന്നെ ഇംഗ്ലീഷിന്റെ ആളാ, കണ്ടാ പറയില്ല കേട്ടാ. എടാ, ഈ നാടകം എന്ന് പറയുന്ന കലയുണ്ടല്ലോ, അത് ഭാഷയ്ക്ക് അതീതമാണ്. അഭിനയിക്കുന്ന നടന്റെ മുഖത്ത് വരുന്ന ഭാവങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ആ നടൻ എന്താണ് പറയുന്നത് എന്ന്. നമ്മൾ ചില ഇംഗ്ലീഷ് പടങ്ങളെ കണ്ടില്ലേ, അതുപോലെ ഈ വിടിയും പോയ കണ്ടെങ്കിൽ ഇരുന്നാൽ മതി, ഒന്നും മനസ്സിലാവില്ല. മാമനിട്ടാക്കല്ലേ. അതെ, അതവിടെ നിർത്ത്. കാരണം ഒരുപാട് പൊളിച്ചു പണിയുണ്ടാവും. ഇവനല്ലേ നായകൻ? അതെ. ഇവൻ വരുന്ന സീൻ തൊട്ടൊന്ന് വായിച്ചാൽ നോക്കട്ടെ. അത് നോക്കട്ടെ എന്താ സംഭവം. ആ, അച്ഛനില്ലാത്ത സമയത്ത് വീട്ടിലേക്ക് കടന്നു വരുന്ന ജയേഷ്ണനെ നോക്കി ലക്ഷ്മി അതിശയത്തോടെ നിൽക്കുന്നു. അച്ഛനില്ലാത്ത സമയത്ത് വീട്ടിലേക്ക് കടന്നു വരുന്ന കൃഷ്ണനെ നോക്കി ലക്ഷ്മി അതിശയത്തോടെ നോക്കി നിൽക്കുന്നു. വളരെ നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടിയ അവർ പരസ്പരം കെട്ടിപ്പിടിക്കുന്നു. അളിയ, ഞാൻ കേട്ടാ ഇല്ലേ, എന്തോ സൗണ്ട് കേട്ടോ പോലെ. എടാ, അത് പൂച്ചല്ല നല്ലതായിരിക്കും. നീ ഇരുന്ന് വായിക്കേ. ഇല്ലളിയ, ഇത് സ്ഥിരം കേട്ട് എനിക്ക് നല്ല ശീലമുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. നീ വായിക്കേ. ഇതെന്താ എല്ലാരും കൂടി ഇരുന്ന് വായിക്കുന്നത്? നോവലാ? അളിയ, ഞാൻ പോട്ടാ. ഇരിക്കടാ. ഇത് നോവലും ചെറുകഥയൊന്നല്ല. കനകൻ നായകനായിട്ട് അഭിനയിക്കാൻ പോണ നാടകത്തിന്റെ സ്ക്രിപ്റ്റ് വായിക്കുക. ആണോ? എന്തേ? അതെ, ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോ ഏറ്റവും നല്ലത് എന്താ അറിയാം? ചൂടുള്ള കട്ടൻ ചായയും എരിവുള്ള മിച്ചറും. നീ പോയിട്ട് അതിന്റെ എടുത്തിട്ട് വാ. ചെല്ലിട്ടാ പോയിട്ടോ. ഒന്നിങ്ങോട്ട് വന്നേ. കുക്കർ തുറക്കാൻ പറ്റുന്നില്ല, തുറന്നതാ. വാ, അവൻ ചെന്ന് തുറന്നു കൊടുത്തിട്ട് വാ. വേം വാ, വായിച്ചു കഴിഞ്ഞിട്ട് വേണം. നീ വായടാ. നീ ചെല്ലേ. നീ പോടേ. പോയിട്ട് അല്ലെങ്കിൽ ഒരു പോയിരണ്ടാവില്ല. ഇതൊക്കെ നേരെ ഇരുന്ന് കേൾക്കണതാ. വേം വാ. വായിച്ചോണ്ടിരിക്കുമ്പോ ഇത് എഴുത്തൊരു സുഖം പോരത്. എന്തടി ഇത്? എന്ത് ഈ കുക്കർ തുറന്നിരിക്കല്ലേടി? അത് ഞാൻ അടച്ചോളാം. ഇങ്ങോട്ട് വന്നേ. എന്താ ഏട്ടന്റെ ഉദ്ദേശം? എന്താ? ആരാണ് നായിക? ആരാ നായികയെന്ന്? കവിത. ദേ ഏട്ടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. തൊട്ടുരുമിയൊന്നും അഭിനയിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, കേട്ടല്ലോ. ഇത് നാടകമല്ലേ? നാടകത്തിലിപ്പോ ആവശ്യത്തിന് കുഴപ്പമുണ്ടത്. അത് നാടകമായിരിക്കും, പക്ഷെ ഇത് എന്റെ ജീവിതമാണ്. ഞാൻ സമ്മതിക്കത്തില്ല ഇങ്ങനെ അഭിനയിക്കാൻ. ഇങ്ങനെ എങ്ങനെ ഏട്ടനെ അഭിനയിച്ച സ്റ്റേജിൽ കയറി ഞാൻ പ്രശ്നം ഉണ്ടാക്കും. അതിന് നാടകത്തിൽ എഴുതി വെച്ച മാറ്റാൻ പറ്റുമോ നമുക്ക്? മാറ്റണ്ട ഏട്ടൻ, മാറ്റണ്ട. നീ ആരെ വിളിക്കാൻ പോണ? നീ ഇതെന്ത് പാടെന്നറിയാമല്ലേ? നാത്തൂനെ, ഓ, ഒന്നിങ്ങോട്ട് വന്നേ, അടുക്കളയിലോട്ട്. ആ, നിനക്കെന്തരീ? എന്തിനാ വിളിക്കുന്നത് നീ? അതെ, അവിടെ വെച്ച് മാറ്റണ്ട, ഇവിടെ വെച്ച് മാറ്റാലോ. എഴുതിയത് എഴുതിയ ആളിവിടെ ഇല്ല. ആളെവിടെ പോയിരിക്കുകയാണ്? എഴുതിയ ആളൊന്നും വരണ്ട. ഇതൊക്കെ മാറ്റി എഴുതാൻ ഞാനും നാത്തൂനും മതി.
അവളാ ആ അവൾക്ക് നാടകത്തിന്റെ ABC അറിഞ്ഞൂടാ. നീ അവളാണ് തിരുത്താൻ പോണ നാടകം. ഈ തൊട്ടുരുമി കളി ഇല്ലാതാക്കാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രം മതി. എടി നാടകത്തിൽ ഒരു സീൻ ഇപ്പൊ അങ്ങനെ തുടങ്ങി പിടിക്കാൻ പറ്റത്തില്ല ഏട്ടാ, പറ്റത്തില്ല. അങ്ങനെ അഭിനയിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. നീ ഒന്ന് ആ ഈ നമ്മുടെ ഇതിന്റെ യൂണിയന്റെ ഒരു നാടകം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഒരു പുതിയ നാടകം വന്നിട്ടുണ്ട്. ആ നാടകത്തിൽ അഭിനയിക്കുന്നത് അപ്പൊ സ്ക്രിപ്റ്റ് അവിടെ വായിച്ചോണ്ടിരിക്കും. കമ്പിളിക്കുട്ടനെ ഞാനും അമ്മാവനോട് വായിച്ചോണ്ടിരിക്കുകയായിരുന്നു. അമ്മാവനാണ് ഡയറക്ടർ. ഇവളെ വിളിച്ചിട്ട് കുക്കർ അടയ്ക്കണം പറഞ്ഞ് എന്നെ വിളിച്ചിരുത്തി ഇവിടെ ഓരോ കാര്യം പറഞ്ഞിട്ടുണ്ട്. നാത്തൂനെ കെട്ടിപ്പിടിക്കണത് ഉമ്മാക്കണോ ഒക്കെയാണ് എഴുതി വെച്ചേക്കണത്. ഞാൻ പറഞ്ഞു പറ്റത്തില്ലെന്നു. വർഷത്തിൽ ഒരു പ്രാവശ്യമല്ലേ ഉള്ളു. അവൻ എന്തെങ്കിലും അതെ പറഞ്ഞ മനസ്സിലാവണ്ടേ. കഴിഞ്ഞ വർഷം നാടകം കാണാൻ വന്നത് ഓർമ്മയുണ്ടല്ലോ. അന്ന് ആ നായിക കയറി ഏട്ടനെ പിടിച്ചപ്പോഴത്തേക്ക് നാത്തൂൻ എന്താ ചെയ്തത്? എന്റെ കാലേ ചവിട്ടുന്ന് പിച്ചുന്ന് മാന്തുന്ന് ഇങ്ങനെ വർഷം ഓരോ നായികനെ പിടിച്ച് കെട്ടിപ്പിടിക്കാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല ഏട്ടാ. കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ എന്തായത്? അതൊരു ചെറിയ സീനല്ലായിരുന്നു അത്. ഓ ചെറിയ സീൻ ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് വലുതാക്കി. ഏട്ടൻ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുന്നു, ആ പെണ്ണ് ഇങ്ങോട്ട് കെട്ടിപ്പിടിക്കുന്നു. ഷോ നാണം കൊണ്ട് എന്റെ തൊലി ഉരിഞ്ഞു പോയി. ഇത് നാടകത്തിൽ സംവിധായകൻ പറഞ്ഞ കണക്കല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞാൻ ഉണ്ടാക്കുന്നതാണ്, ഞാൻ മനപ്പുറം കയറി പിടിക്കുന്നതാണ്. അത് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് സ്ക്രിപ്റ്റില്. ആ സ്ക്രിപ്റ്റിനനുസരിച്ചല്ലേ നമ്മൾ ചെയ്യണത്. താല്പര്യമില്ലെങ്കിൽ ചെയ്യണ്ട. ഞാനല്ലേ അഭിനയിക്കുന്നത്. അതാ പറഞ്ഞ ഞാൻ സമ്മതിക്കത്തില്ലെന്നു. നീ എന്തിനാ സമ്മതിക്കണത് ഇപ്പൊ? എന്റെ സമ്മതമില്ലാതെ ഏട്ടനെ അഭിനയിക്കാൻ പോകും. അല്ല എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കണം. നിങ്ങൾക്ക് രണ്ടുപേർക്ക് നാടകത്തെ കുറിച്ച് വല്ലതും അറിയാമോ? ഈ നാടകത്തെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു. നീ നാടകം കണ്ടിട്ടുണ്ടോ? നീ കണ്ടിട്ടുണ്ടോ നല്ല നാടകങ്ങൾ? മോനെ ഞങ്ങള് കാണുന്നത്ര നാടകം നീ കണ്ടിട്ടുണ്ടോ? ഞങ്ങള് കാണുന്നത്ര അഭിനയം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ദിവസവും കാണുമല്ലേ നാടകവും അഭിനയവും. അതിനകത്ത് അഭിനയിക്കുന്ന മുഖ്യ ആളുടെ പേരെന്താണെന്നറിയാമോ? ഭർത്താവ്. എന്തെല്ലാം ഭാവങ്ങളാണ് മുഖത്ത് മിന്നി മറയണമെന്നുള്ളത് ഭാര്യമാരോട് ചോദിച്ചു നോക്കണം. അതിന് വലിയ നടനൊന്നും ഒരു നാടകത്തിലും ഇല്ല, സിനിമയിലും ഇല്ല. അതിൽ ഓസ്കാർ കിട്ടിയ ആളുടെ കൂടെയാണ് ഞാനിപ്പോ ജീവിച്ചോണ്ടിരിക്കുന്നത്. പേര് ക്ലീറ്റോ. അവിടെ നാടകത്തിനെ കുറിച്ച് ഒരുപാടൊന്നും പഠിപ്പിക്കണ്ട. എന്റെ മോൻ അത് ചെയ്യണ്ട. അത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞേക്ക്. ഈ കാര്യത്തില് ലേലം വിളിക്കാ നിന്നെ. സ്ക്രിപ്റ്റ് ഒക്കെ തിരുത്തിയിട്ട് അഭിനയിച്ചു. ഒരു കാര്യം ചെയ്യണേ സ്വാതന്ത്ര്യമാണ്. അത് നിങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഒരു സ്വാതന്ത്ര്യം തരികയല്ലോ. ആ സീനല്ലേ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇല്ല അതിന്റെ ചെറിയ രീതിയിലേ ചെയ്യുള്ളൂ.